കുറേ പേർക്കൊക്കെ അറിയാം, എന്നാൽ കുറച്ച് പേർക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ആ കുറച്ച് പേർക്കായിട്ടുള്ളൊരു യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുമ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ബൈക്കിന്. തിരിച്ച് പോരുന്ന വഴി ഹസ്ബൻഡ് ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ തുറക്കേണ്ട കാരണം തിരിച്ച് ഞാൻ ഊബറിലാണ് കേട്ടോ വന്നത്. ഈ ഊബർ വിളിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോ പൈസയും ആവില്ല, എന്നാൽ ടാക്സിയുടെ ഒരു റേറ്റും ഇതിൽ വരില്ല. ജസ്റ്റ് ഒരു 11 കിലോമീറ്റർ എൻ്റെ വീട്ടിലേക്ക് ഉണ്ട്. ഞാൻ അമല ഹോസ്പിറ്റലിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. 280 രൂപയുണ്ടോ എനിക്ക് ചാർജ് വന്നത്. നമ്മളൊരു ഓട്ടോ പിടിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 500 റുപ്പീസാണ് വരുന്നത്. ഇനി ഒരു ടാക്സി വിളിക്കുകയാണെന്നുണ്ടെങ്കിലും അതേ റേഞ്ചൊക്കെ തന്നെ ആയിരിക്കും വരിക. കിലോമീറ്റർ അനുസരിച്ചിട്ട് പൈസ കൂടാനേ ചാൻസ് ഉള്ളൂ. ഒരിക്കലും ഊബറിനേക്കാളും കുറവ് ഒരു ടാക്സിക്ക് ഓട്ടോയ്ക്ക് വരില്ല. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് ഒരുപാട് പൈസയൊന്നും കളയേണ്ട. ഈ ഊബറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പോകേണ്ട ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ മതി. അതിൽ തന്നെ കാണിക്കും നമുക്ക് എത്ര രൂപയാണ് ഇത്ര കിലോമീറ്ററിന് വരണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഊബർ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.